ഈ ഒരു ഓൾഡ് മോഡൽ മാരുതി സിയാസ് കാറിൻ്റെ ലൈറ്റിങ്ങിലുള്ള അപ്ഗ്രേഡാണ്. അതായത് ഹെഡ് ലാമ്പിലുള്ള അപ്ഗ്രേഡാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത്. അതുപോലെ ഈ വാഹനം വരുന്ന സമയത്ത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഫെയ്ഡാണ്. അതുപോലെ തന്നെ കുറച്ച് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്തിട്ട് അത്യാവശ്യം സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ലൈറ്റ് നോക്കിയാൽ നല്ല രീതിയിൽ ഫെയ്ഡായിരിക്കുന്ന കാണാം. ഇതിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആദ്യമേ റീസ്റ്റോർ ചെയ്യാനുണ്ട്. അതിന് മുമ്പേ നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് ഒന്ന് കണ്ടു നോക്കാം. ഇതിൻ്റെ ലോ ബീം ഇപ്പോൾ നമ്മുടെ നോർമലുള്ള വോളിലേക്ക് അടിച്ച് കഴിയുമ്പോൾ കാണുന്ന ലോ ബീമിൻ്റെ കട്ട് ഓഫും അല്ലെങ്കിൽ ഔട്ട്പുട്ടാണ് ഈ കാണുന്നത്. ഇതിൽ ലെഫ്റ്റ് സൈഡ് ഹൈ ബീം വർക്ക് ചെയ്യുന്നില്ല, റൈറ്റ് സൈഡ് മാത്രമേ ഹൈ ബീം ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിന് എത്രത്തോളം ഔട്ട്പുട്ട് ഇപ്പോൾ നിലവിലുണ്ടെന്നുള്ളത് കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മുടെ ലക്സ് മീറ്ററിൽ കാണിക്കുന്നത് ഒരു 260 ലക്സ് ആണ് ഇതിൻ്റെ ലോ ബീമിൽ കിട്ടുന്ന ഔട്ട്പുട്ട്. ഇതിൻ്റെ ഹൈ ബീം നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ള ഹൈ ബീമിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1100 ലക്സ് ആണ് നമുക്ക് ഇതിൻ്റെ ഹൈ ബീമിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് വർക്കുകൾ കഴിഞ്ഞതിന് ശേഷമുള്ള വ്യൂസാണ് ഇപ്പോൾ കാണുന്നത്. ആ ഹെഡ്ലൈറ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റീസ്റ്റോർ ചെയ്തു. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റീസ്റ്റോറേഷൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റേണൽ കോട്ടിങ് വരുന്ന ഡാമേജ്, ഓക്സിഡേഷൻ വരുന്ന ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ആ ലെയർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്ത് ഫൈനായിട്ട് പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇൻസൈഡ് വരുന്ന കാർബൺ ഡെപ്പോസിറ്റും പൊടി അഴുക്ക് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷമുള്ള വ്യൂസാണ് കാണുന്നത്. ഇപ്പോൾ ഹെഡ്ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ബ്രാൻഡ് ന്യൂ ലൈറ്റിൻ്റെ ഫിനിഷിങ്ങിലേക്ക് ആക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് അല്ലെങ്കിലും അത്യാവശ്യം കിട്ടാവുന്ന രീതിയിൽ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ബാലൻസ് ഉണ്ട്. അതായത് ക്രാക്ക് ഫോർമേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ബാക്കിയെല്ലാം ഓവറോൾ അപ്പിയറൻസിൽ ഒരു നല്ല ഫിനിഷിങ്ങിലേക്ക് നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലോ ബീമിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് പ്രൊജക്ടർ സ്വാപ്പിംഗ് ആണ്. നിലവിലുണ്ടായിരുന്ന മോണോബീം പ്രൊജക്ടർ മാറിയിട്ട് നമ്മളിവിടെ ഒരു ബൈ എൽ ഇ ഡിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള അതിൻ്റെ ഔട്ട്പുട്ട് കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു കട്ട് ഓഫും ഇപ്പോഴും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കാണാം. ലോ ബീമിൻ്റെ ഷാർപ്പായിട്ട് അലൈൻഡ് ആയിട്ടുള്ള കട്ട് ഓഫ് കാണാം. ഹൈ ബീം ആണെന്നുണ്ടെങ്കിലും വളരെ പവർഫുള്ളായിട്ട് ചേഞ്ച് വന്നിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ആദ്യം എത്ര ഉണ്ടായിരുന്നുള്ളത് നമുക്ക് ഓർമ്മയുണ്ട്. ഒരു 260 ലക്സ് ഉണ്ടായിരുന്നത് ഒരു 7200 ലക്സിലേക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് തന്നെയാണ് നമുക്ക് നമ്മുടെ ലോ ബീമിൽ കിട്ടുന്നത്. ഹൈ ബീം നോക്കിക്കഴിഞ്ഞാൽ ഒരു 1100 ആയിരുന്നത് ഇപ്പോൾ 11,000 ലക്സിലേക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നമുക്ക് ആ മീറ്ററിൽ കാണാം ഇൻറ്റു 10, അതുകൊണ്ടാണ് 11,000 എന്ന് പറഞ്ഞത്. ഇനി നമുക്കിതിൻ്റെ പുറമേ നിന്നുള്ള എക്സ്റ്റേണൽ വ്യൂസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. രാത്രി ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ലൈറ്റ് ഔട്ട്പുട്ടും കാര്യങ്ങളും പുറമേ നിന്ന് നോക്കി കഴിയുമ്പോൾ ഏകദേശം ഒരു പ്രീമിയം വെഹിക്കിളിൻ്റെ ലൈറ്റ് ഔട്ട്പുട്ട് പോലെ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കട്ട് ഓഫും കാര്യങ്ങളും, അല്ലെങ്കിൽ അതിനേക്കാളും നല്ല രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. ശരിക്കും ഒരു പ്രീമിയം വെഹിക്കിളിൽ വരുന്ന ലൈറ്റ് ഇൻറ്റൻസിറ്റിയേക്കാളും കൂടുതലാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഔട്ട്പുട്ട്. എന്തായാലും നല്ലൊരു ചേഞ്ച് തന്നെയാണ് നമുക്കിപ്പോൾ ഈ വാഹനത്തിൽ നിന്ന് കിട്ടുന്നത്. നമുക്കിനി വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്ത് ഇതിൻ്റെ അകത്തുനിന്നുള്ള വ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഇനിയായിട്ട് കാണാനുള്ളത്. അപ്പോൾ നമുക്ക് വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. എത്രത്തോളം കംഫർട്ടും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. അപ്പോൾ നമുക്കൊരു നൈറ്റ് ഡ്രൈവ് പോയി നോക്കാം. ഈ വാഹനത്തിൻ്റെ അകത്തുനിന്നുള്ള വ്യൂസാണ് ഇപ്പോൾ കാണുന്നത്. നല്ല രീതിയിലുള്ളൊരു കവറേജും കാര്യങ്ങളും നല്ല ഒരു ലൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റും നമുക്ക് ഈ വാഹനത്തിന് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ആ ഒരു ഹൈ ബീമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഏരിയ മൊത്തത്തിൽ ലൈറ്റപ്പ് ആവുന്നുണ്ട്. എതിരെ വരുന്ന വാഹനങ്ങളിൽ, ലോങ് ബീമിൽ പോകുമ്പോൾ എതിരെ വരുന്ന വാഹനങ്ങളിലുള്ളവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിലാണ് ഇതിൻ്റെ ലൈൻ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ അലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റോഡിൽ നല്ല വിസിബിലിറ്റി കിട്ടുകയും ചെയ്യും. മറ്റുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുമില്ല. ആ ഒരു രീതിയിലാണ് നമ്മൾ എപ്പോഴും ഏത് ലൈറ്റുകളാണെങ്കിലും അപ്ഗ്രേഡിൽ ചെയ്യേണ്ടത്. കാരണം നമുക്ക് റോഡ് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാതിരിക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തായാലും നമ്മൾ ചെയ്തിരിക്കുന്ന അപ്ഗ്രേഡുകൾ വളരെ ഭംഗിയായിട്ടും വളരെ പെർഫെക്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് റോഡിൽ വളരെ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ലൈറ്റ് കവറേജ് ആണ് നമ്മുടെ ലോ ബീമിലാണെങ്കിലും ഹൈ ബീമിലാണ് കിട്ടുന്നത്. വശങ്ങളിലേക്കുള്ള വ്യൂസുമൊക്കെ എല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. റോഡ് നല്ല ഭംഗിയായിട്ട് കണ്ട് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ റോഡിൽ നല്ല രീതിയിൽ ലൈറ്റ് ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഡ്രൈവിംഗ് കുറച്ചുകൂടെ ആയാസകരമാവും. വളരെ ഫ്രീ ആയിട്ട് സ്ട്രെയിൻലെസ് ആയിട്ട് നമുക്ക് ഓടിക്കാനായിട്ട് സാധിക്കും. കണ്ണിനും വലിയ ബുദ്ധിമുട്ടില്ല. ഏതായാലും നല്ല കളർ ടെമ്പറേച്ചറും അതുപോലെ തന്നെ നല്ല ഔട്ട്പുട്ടും നമുക്കിപ്പോൾ ഈ വാഹനത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ലോ ബീമിൽ ഒസ്റാമിൻ്റെ CVA അഡ്വാൻസ് GC ബൈ LED പ്രൊജക്ടറും അതുപോലെ തന്നെ ഹൈ ബീമിൽ കൊടുത്തിരിക്കുന്നത് DHCയുടെ 55 വാട്ട് 4300 കെൽവിൻ കളർ ടെമ്പറേച്ചറുള്ള LED ബൾബുമാണ്. അപ്പോൾ നല്ലൊരു ഔട്ട്പുട്ടാണ് നമുക്ക് ഈ കോമ്പിനേഷനിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പുതിയൊരു വാഹനവും അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.